ഒരു ജെഇ സ്റ്റുഡന്റ് ചെയ്തിരിക്കേണ്ട 3 കാര്യങ്ങൾ. ഞാൻ ആദ്യം വരുമ്പോൾ IIT സ്വപ്നം കണ്ടിട്ടല്ലോ വന്നത്. ചേഞ്ച് നിങ്ങൾക്ക് വിസിബിൾ ആയത് എപ്പോഴാണ്? ഇപ്പൊ +1 +2 പഠിക്കുന്ന സ്റ്റുഡൻസിന് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എഡ്യൂപോർട്ട് ജെഇ. അപ്പൊ നമ്മൾ ഇന്നുള്ളത് എന്ന് വെച്ചാല് നമ്മുടെ ഒരു സ്പെഷ്യൽ പോഡ്കാസ്റ്റ് സീരീസിലാണ്. അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം എത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞാല് കഴിഞ്ഞ വർഷം എഡ്യൂപോർട്ടിന്റെ റിപ്പീറ്റർ 2025 ബാച്ചിൽ പഠിച്ച് ഇന്ന് IIT, IISc, NIT കാലിക്കറ്റിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പോ ഇവരുടെ ജെഇ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു, അവർ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു, അതോടൊപ്പം തന്നെ നമ്മുടെ ജെഇക്ക് ശേഷം ഉണ്ടാവുന്ന നമ്മുടെ കോളേജ് ലൈഫ് എങ്ങനെ എന്നൊക്കെയാണ് ഞങ്ങൾ ഇതിലൂടെ പങ്കുവെക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ മൈസെൽഫ് മുഹമ്മദ് മുവാരിസ്. ഞാൻ ഇപ്പോൾ IIT BHU വാരണാസി BTech പഠിക്കുകയാണ്. ഫസ്റ്റ് ഇയർ ഇപ്പോൾ കഴിഞ്ഞ് വെക്കേഷനാണ്. പിന്നെ ഞാൻ പഠിച്ചത് 2025 ഇവന്റെ കൂടെ റിപ്പീറ്റ് ആയിരുന്നു. എന്റെ പേര് റിദിൻ സമീർ. ഞാൻ IIScയിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. അല്ല, ഫസ്റ്റ് ഇയർ കഴിഞ്ഞതുള്ളൂ. ഞങ്ങൾ ബാച്ച്മേറ്റ്സ് ആയിരുന്നു. ഞങ്ങൾ 3 പേരും സെയിം ഇയർ ആയിരുന്നു എഡ്യൂപോർട്ടിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഇതിലെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ജെഇ സ്റ്റുഡന്റ് ഇപ്പോ ജെഇ ആസ്പിറന്റ് ചെയ്യുന്നത് ഒരു പക്ഷേ അവർ +1 ഉള്ളതാ, +2 ഉള്ളതാ, അല്ലെങ്കിൽ ഒരു റിപ്പീറ്ററാ, അവർ ശ്രദ്ധിച്ച് ചെയ്തിരിക്കേണ്ട 3 കാര്യങ്ങൾ, അവർ ശ്രദ്ധ കൊടുക്കേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? പഠിക്കുമ്പോൾ തന്നെ നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മൾ 10th അതിന് താഴെ ഇപ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ വെറുതെ കാണപ്പടം പഠിച്ച് ബൈഹാർട്ട് ചെയ്ത് പോവാണ്. അതിന് പുറമെ ജെഇക്ക് പഠിക്കുമ്പോൾ സ്പെഷ്യലി നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അതിന്റെ ഡെപ്ത് അനുസരിച്ച് പഠിച്ചാൽ അത്ര ഉപകാരമാവും. പിന്നുള്ളത് പിന്നെ ഈ പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആണ് ക്വസ്റ്റ്യൻസ് ചെയ്യലും. കാര്യം ഈ പഠിക്കുന്ന അതേപടി ആയിരിക്കില്ല, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ആയിരിക്കില്ല ചോദിക്കുക. കുറച്ച് ട്വിസ്റ്റ് ചെയ്തും ചിലപ്പോ എന്താ പറയാ ഈ ടഫ് സോൾവിംഗ് സ്കിൽസും നേടിയെടുക്കാൻ വേണ്ടി വരും. അപ്പോൾ മനസ്സിലാക്കി വെച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കും. അപ്പൊ അല്ല, ഇപ്പൊ ഒരു മൊബൈൽസ് ഇപ്പൊ +1 +2 ഒപ്പം നിങ്ങൾ നീ ഒരു +1 +2 ട്യൂഷൻ പ്ലസ് എൻട്രൻസ് എന്നുള്ള രീതിക്ക് പഠിച്ചാളാം. അപ്പോ ആ രീതിക്ക് പഠിക്കുമ്പോൾ ഇന്റഗ്രേറ്റഡ് അല്ല എങ്കിൽ പോലും ഒരു ട്യൂഷൻ എന്നുള്ള രീതിക്കായിരുന്നു നിങ്ങൾ പലരും. അപ്പൊ ആ രീതിക്ക് പഠിക്കുമ്പോഴും ഒരു നിങ്ങൾക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്താൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ ഇപ്പൊ +1 +2 പഠിക്കുന്ന സ്റ്റുഡൻസിന് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്, ആ ജെഇ നോക്കണം എന്ന് വിചാരിക്കുന്ന സ്റ്റുഡൻസിന്? എനിക്ക് ഇപ്പൊ ഓർമ്മയുണ്ട്, ഞാൻ +1 +2 ട്യൂഷൻ ഓൺലൈനായിട്ട് പഠിക്കുമ്പോൾ സാർ പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോ 10 ക്വസ്റ്റ്യൻ ചെയ്താൽ അതിൽ 1-2 ജെഇ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് റിയാലിറ്റി ആണ്. അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരിക്കും തന്നെ. പിന്നെ ഇമ്പ്രൂവ് ആയി വരും. എന്റെ കേസിൽ ഞാൻ തുടങ്ങിയ സമയത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും അധികം ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം ക്വസ്റ്റ്യൻസിന്റെ സ്റ്റാൻഡേർഡ് അത്ര അറിയില്ല. കാര്യം അത് നോക്കി തുടങ്ങുന്നത് നല്ലതെന്ന് തോന്നുന്നു. കാര്യം കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി അത് വെച്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങുന്നത് നല്ലതായിരിക്കും. അല്ല, അപ്പൊ ഇനീഷ്യൽ സ്റ്റേജിൽ ഇപ്പോ നോർമലി ഒരുപാട് നമ്മളിപ്പോ സൂപ്പർ മെന്റർഷിപ്പിനൊക്കെ പോകുമ്പോൾ പറയുന്ന കുട്ടികൾ പറയുന്ന പ്രശ്നമാണ് ഫിസിക്സിൽ പ്രോബ്ലംസ് കിട്ടുന്നില്ല, മാത്സിൽ പ്രോബ്ലംസ് കിട്ടുന്നില്ല. അങ്ങനെ ആ ഒരു ന്യൂമറിക്കൽ സാധനം നമ്മളെ കുട്ടികൾക്ക് കുറവാണ്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്, അതായത് ഒരു ഇനീഷ്യൽ പാർട്ടിൽ എന്തായാലും എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ആ പാർട്ട് എങ്ങനെയായിരുന്നു നിങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഒന്നുമില്ല, ചെയ്യാന്നെ കുത്തിരിഞ്ഞ് ചെയ്യാ. ഇതിപ്പോ നമ്മളിപ്പോ റിപ്പീറ്റിന് വരുന്നാണെങ്കിൽ വേറെ പണിയൊന്നുമില്ലല്ലോ. ഫുഡ് കഴിക്കുക, ഹോസ്റ്റലിൽ ഫുഡ് കഴിക്കാൻ സമയത്ത് ചർച്ച ചെയ്യും. നമ്മൾക്ക് എത്ര നമുക്കിപ്പോ എഡ്യൂപോർട്ടിന്റെ ഹോസ്റ്റലുകൾ എന്ന് പറഞ്ഞാൽ ഹോസ്റ്റൽ അവിടെ വളരെ ഒരു ചെറിയ ഡിസ്റ്റൻസ് മാത്രം ഒന്ന് ഇതാക്കാറുണ്ട്. അത് നല്ലോണം ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ ട്രാവൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഹോസ്റ്റൽ പ്ലസ് പിന്നെ പഠിക്കുക, വീണ്ടും ഹോസ്റ്റലിൽ പോകാൻ കിടന്നുറങ്ങാം, വീണ്ടും പഠിക്കുക. ആ രീതിക്ക് നിങ്ങൾ എന്താണ് ചെയ്തത്? ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് വിസിബിൾ ആയത് എപ്പോഴാണ്? ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ എന്താണ് നിങ്ങൾ അതിനെങ്ങനെയാണ് അപ്രോച്ച് ചെയ്തത്? അതിനൊരു അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവന്നത് എങ്ങനെയാണ്? നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കാൻ അതിനിപ്പോ പെട്ടെന്ന് നമുക്ക് വലിയ ഓർമ്മയില്ല എവിടെ നിന്നാണ് ഇത് പെട്ടെന്ന് ഒരു ടേണിംഗ് പോയിന്റ് വന്നതെന്നല്ല. കാരണം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കാൻ അപ്പൊ അതൊരു കൺസിസ്റ്റന്റ് ഹാബിറ്റായിട്ട് നമ്മളത് ഉണ്ടാക്കിയെടുക്കും. Then faculty, test, mentorship, then material, peer group. ഇതിൽ ഏതാണ് നിങ്ങളെ ഈ ഒരു IIT അല്ലെ IIScയിൽ എത്തിച്ചത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് പറയുക? അതിലെനിക്ക് നല്ലോണം പറയാനുണ്ട്. കാരണം ഞാൻ ആദ്യം വരുമ്പോൾ IIT സ്വപ്നം കണ്ടിട്ടല്ലോ വന്നത്. ഏതെങ്കിലും NIT എവിടെയായിരുന്നു. മെറ്റീരിയലിൽ നല്ല പ്രോബ്ലംസ് ഉണ്ട്, അതൊക്കെ ചിന്തിച്ച് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. അങ്ങനെ പിയർ ഗ്രൂപ്പ് അവരൊക്കെ എനിക്ക് സപ്പോർട്ട് തന്ന് എനിക്കെല്ലാം കൈകൊണ്ടെന്നുള്ള ഒരു മോട്ടിവേഷൻ കിട്ടി. അങ്ങനെ ഒരു എനിക്ക് പറയാനുള്ള ഫാക്കൽറ്റീസിന് പറ്റിയ ഫാക്കൽറ്റീസ് എല്ലാവരും ഞങ്ങൾക്ക് കിട്ടിയ മാച്ചിൽ അത്യാവശ്യം നല്ല ഫാക്കൽറ്റീസ് ആയിരുന്നു. ക്വസ്റ്റ്യൻസ് ആയാലും നമുക്ക് കൺസെപ്റ്റ് പഠിപ്പിക്കുന്നതായാലും എല്ലാം കൂടെ അവർ അടിപൊളിയായിരുന്നു. ഭയങ്കര സപ്പോർട്ടായിരുന്നു ഫാക്കൽറ്റീസ്. അപ്പൊ അവരുടെ ആ ഒരു ഗൈഡൻസ്, ആ ഒരു IIT NIT ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഫാക്കൽറ്റീസ് ആവുന്നത് കൊണ്ട് അവരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും അല്ലെ? പിയർ ഗ്രൂപ്പ് നല്ലായിരുന്നു. പിയർ ഗ്രൂപ്പ് അത് ലക്കാന്ന് വേണമെങ്കിൽ പറയാം, എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല. ഈ പ്രിപ്പറേഷൻ ടൈമിൽ ഒരുപാട് പേര് പറയുന്ന കാര്യമാണ് ഡൗൺ ആവുന്നു, റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് പോകുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് ഒരു മെന്റലി നമുക്ക് ഇപ്പൊ എക്സാമിന് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അങ്ങോട്ട്
എത്താൻ പറ്റാതാവുമ്പോ നമുക്ക് ഡൗൺ ആവുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ടോ? പലർക്കും ഉണ്ടാവും. മീൻസ് എനിക്ക് മാത്രമേ ഇങ്ങനെ പ്രശ്നമുള്ളൂ, അല്ലാതെ ബാക്കിയുള്ളവർക്ക് ഹൈറ്റിലെത്തി വരുന്നു അങ്ങനെ എന്തോ ഭയങ്കര മറ്റേ സംഭവങ്ങളാന്നുള്ള ഒരു ഇതുണ്ടാവും. എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ ഒരു മെന്റലി ഡൗൺ ആയിരുന്നില്ല. നമ്മൾ ഓരോ ദിവസവും കഴിഞ്ഞു എല്ലാം ക്വസ്റ്റ്യൻ എല്ലാം കിട്ടിയിട്ട് അങ്ങനെയൊന്നല്ല. നമ്മള് ഡൗൺ ആയ ദിവസങ്ങൾ ആ ഒരു ഡേ ബൈ ഡേ നമ്മൾ ഇമ്പ്രൂവ്മെന്റ് നോക്കിയാൽ മതിയോ? നമുക്ക് IIT-കളിലെ IISc-കളിലേക്ക് കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുക. കഴിഞ്ഞ ദിവസത്തെക്കാളും ബെറ്റർ ആവും നമുക്ക് ഓരോ ദിവസവും. എത്രത്തോളം ബെറ്റർ ആവുന്നുള്ളത് വേറെ ചെയ്യുന്ന ദിവസങ്ങൾക്കനുസരിച്ച്, പക്ഷെ കൺസിസ്റ്റന്റ് ആയി പോകും. അല്ല, ഫസ്റ്റ് അതിപ്പോ മുഹമ്മദ് സാർ പറയും 1% ഇംപ്രൂവ്മെന്റ് എല്ലാ ദിവസവും അറ്റോമിക് ഹാബിറ്റ്സിലെ നമ്മള് രാത്രി ഉറങ്ങുമ്പോൾ 1% ഇമ്പ്രൂവ് ആയിക്കൊന്നുള്ള എന്തായാലും ചെക്ക് ചെയ്യാം. ആ സാധനത്തിന് എല്ലാ ദിവസവും നിങ്ങളപ്പോ ഒരു ഡേ റിഗ്രറ്റ് ഇല്ലാതെ പോവാ. എപ്പോഴും അജാസ് നമുക്ക് വന്നാ പറയുന്ന സാധനമാണ്. അത് അബിയുടെ മെയിൻ ആയിരുന്നു. എല്ലാ ദിവസവും റിഗ്രറ്റ് ഇല്ലാണ്ട് കടന്നുറങ്ങുമ്പോൾ അഭിജിത്ത് ഫസ്റ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യാൻ വന്നപ്പോ മീൻസ് അതായത് നമ്മുടെ എജുപോർട്ടിന്റെ ഫസ്റ്റത്തെ JEE ബാച്ച് ആണ്. അതിന് മുമ്പ് IIT-കളിൽ എത്തിച്ചേർന്ന ആൾക്കാരില്ല. ദെൻ റിപ്പീറ്റർ തന്നെ ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ടായിരിക്കാം ആക്ച്വലി ആ ഒരു ടഫസ്റ്റ് ഡിസിഷൻ ആണ്? ഒരു സ്ഥാപനത്തിന്റെ ഫസ്റ്റത്തെ ബാച്ചിൽ ജോയിൻ ചെയ്തു. ദെൻ എന്തുകൊണ്ടായിരിക്കാം എജുപോർട്ട് ചൂസ് ചെയ്തത്? ദെൻ അതിന്റെ ആഫ്റ്റർ എന്താണ് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്? നമ്മുടെ കൊറോണ സമയത്തായിരുന്നു നമ്മൾ 10th സ്റ്റാർട്ടിങ്ങിൽ. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ എജുപോർട്ട് വന്നു. 10th ഞാൻ മൊത്തം എജുപോർട്ടിന്റെ കൂടെ തന്നെയാണ് പഠിച്ചത്. അവിടെ നമുക്കൊരു വിശ്വാസം കിട്ടി. അവരുടെ ക്ലാസ് ഫാക്കൽറ്റീസ് ഒക്കെ അടിപൊളിയാണ്. രീതിയിൽ ഡിസിഷൻ എടുത്തു. IIT-യിൽ എത്തിച്ചേർന്നു. എന്റെ കേസിൽ എനിക്ക് പ്ലസ് ടു ശേഷം റിപ്പീറ്റ് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് തോന്നിയത് ബെറ്റർ ഓപ്ഷൻ നോക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് എജുപോർട്ട് നോക്കുമ്പോൾ എനിക്ക് JEE-ലും നീറ്റിലും കുറച്ച് അത്യാവശ്യം കൺസിഡറബിളി കുഴപ്പമില്ലാത്ത സ്റ്റാർട്ടപ്പിന് എജുപോർട്ട് സ്റ്റാർട്ടപ്പ് അവർക്ക് കൺസിഡറബിളി നല്ലൊരു റാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ സ്കോളർഷിപ്പ് കിട്ടിയതുകൊണ്ട് പിന്നെ ഫാക്കൽറ്റീസ് നോക്കുമ്പോൾ ഒരു 10 തൊട്ടേ അറിയാം നമുക്ക്. അപ്പൊ ഒരു വിശ്വാസമാണ്. പിന്നെ നമ്മൾ എല്ലാവരും മാനിഫെസ്റ്റ് ചെയ്യുന്നവരാണ്. ഇപ്പൊ എല്ലാ JEE ആസ്പിറൻസിനോടും ഞാൻ പറയുന്ന കാര്യമാണ്, നിങ്ങൾ എല്ലാ ദിവസവും ആ ഒരു റിസൾട്ട് ഡേനെ കുറിച്ചിട്ട് മാനിഫെസ്റ്റ് ചെയ്യണം. സോ നിങ്ങളുടെ റിസൾട്ട് ഡേ എങ്ങനെയായിരുന്നു എന്ന് വിവരിക്കും. നമ്മളന്ന് റിസൾട്ട് കണക്ക് ഓർമ്മ നമ്മൾ മാത്രമല്ലായിരുന്നു. അപ്പോൾ നമ്മൾ മുകളിൽ ഹോസ്റ്റലിലേക്കായിരുന്നു. മെന്റേഴ്സ് ആയിരുന്നു നമ്മളെ റിസൾട്ട് നോക്കിയ പേരൻസിന്റെ സപ്പോർട്ട് പോലെ മെന്റേഴ്സ് നമ്മളെ റിസൾട്ട് നോക്കി നമ്മളെ ആഹ്ലാദിക്കാൻ പിന്നെ നമ്മുടെ റിസൾട്ടേ കഴിഞ്ഞു. പിന്നെ നമ്മുടെ അഡ്വൈസ്, അതായത് ഇപ്പോ ആസ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. ഒരുപക്ഷെ JEE 2027 ആയിരിക്കാം, 2028 ആയിരിക്കാം. അപ്പൊ അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പലരും പലതും പറയും. അതായത് 2019 ശേഷമുള്ളത് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ, അല്ലെങ്കിൽ AEEE മുതലുള്ളതേ ചെയ്യുക. ഏതാണ് നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത്? എന്റെ അഭിപ്രായത്തിൽ ഒരു 10-15 വർഷം മുമ്പ് ചെയ്തു തുടങ്ങുന്നതായിരിക്കും നല്ലത്. AEEE എന്നൊക്കെ പറയുമ്പോൾ സ്റ്റാൻഡേർഡ് കുറച്ച് കുറയും. ഞാൻ കുറച്ച് കാര്യം കോമ്പറ്റീഷൻ കൂടി വരുള്ളൂ വർഷം വർഷം. ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺസും മാറും. പൊതുവെ ഞങ്ങൾക്ക് സാറന്മാരും പറയാറുള്ളത് ലേറ്റസ്റ്റ് അപ്പോഴൊരു പാറ്റേൺ റെഡി ആക്കി കിട്ടും. പിന്നെ നമ്മുടെ നിങ്ങളിപ്പോ JEE ക്രാക്ക് ചെയ്തു, ബട്ട് ഒരു ഇപ്പൊ പലർക്കും ഉണ്ടാകുന്ന സംശയമാണ്, അതായത് എങ്ങനെയായിരിക്കും നമ്മുടെ കോളേജ് ലൈഫ് ആഫ്റ്റർ JEE എന്താണ് എന്നുള്ളത്. സോ എങ്ങനെയാണ് അത് കോളേജ് ലൈഫ് എങ്ങനെയാണ് പോകുന്നത്, ഒരു ഡേ എങ്ങനെയാണെന്നുള്ളത് പറയാം. ആക്ച്വലി ഞാനിപ്പോ ഡൈജസ്റ്റ് ആയിട്ടില്ല എന്റെ കോളേജ് ലൈഫ്. കാരണം കാണുന്നതൊക്കെ പുതിയതാ. ഇതൊക്കെ നമ്മളിതൊന്നും ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്താൽ ഡെയിലി ഓരോ ദിവസം ഓരോ പരിപാടി, പല പരിപാടി ക്ലബിന്റെ ആണെങ്കിലും ഒക്കെ സ്റ്റുഡൻസ് തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതാ മെയിൻ സംഭവം. സെക്കൻഡ് ഇയർ തേർഡ് ഇയേഴ്സ് തന്നെയാണ് മൊത്തം ഹാൻഡിൽ ചെയ്യുന്നത്. ഞാൻ പിന്നെ സെക്കൻഡ് ഇയർ ഞാനത് ഹാൻഡിൽ ചെയ്യാൻ പോവാ. ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ്, അത്യാവശ്യം സമാധാനപ്രിയമായ ക്യാമ്പസ് ലൈഫാണ്. ബട്ട് പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അത് ഹാൻഡിൽ അവിടുത്തെ ക്ലബ്ബ് അതുപോലെ ഫെസ്റ്റുകളൊക്കെ എങ്ങനെയാണ് IIT-കളിലെ? ഫെസ്റ്റ് ഒക്കെ നമ്മള് വലിയ ചെലവുള്ള കോടികളെ ചെലവുള്ള വലിയ പരിപാടിയാണ്. കൺസേർട്ട് ഒക്കെ നിങ്ങൾക്ക് വെറുതെ ഇൻസ്റ്റയിലോ യൂട്യൂബിലോ അടിച്ചു നോക്കിയാൽ മതി, മനസ്സിലാവും അതിന്റെ പരിപാടി. ഇപ്പൊ ലാസ്റ്റ് ഇയർ നമ്മളെ മോഹിച്ചവനൊക്കെ വന്ന് ഉള്ള പരിപാടി. പിന്നെ ഒരു ആഫ്റ്റർ കോളേജ് ലൈഫ് പറഞ്ഞു. ദെൻ നമ്മുടെ ഒരു നോർമൽ ഡേ എങ്ങനെയായിരിക്കും? അതായത് എത്ര ഹവർ ആണ് നമുക്ക് ക്ലാസ് ഉണ്ടാവുക? IIT-ൽ എത്തി കഴിഞ്ഞാൽ IIT-ൽ നിന്നും മറ്റേ JEE-ക്ക് പഠിച്ചതുപോലെ അത്ര ഭയങ്കര ഹെക്ടിക് പഠനമാണോ, അല്ലെങ്കിൽ എൻജോയ്മെന്റ് പ്ലസ് പഠനം എന്നുള്ള രീതിക്കാണ്? എങ്ങനെയാണ് പോകുന്നത് നിങ്ങളുടെ ലൈഫ് ആഫ്റ്റർ JEE? അല്ല, ശരിക്കും സത്യം തന്നെയാണ്. IIT ലൈഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ ചില ദിവസം 11 മണിക്ക് എണീച്ചാൽ മതി, 11 മണിക്ക് ക്ലാസ് തുടങ്ങും. മാക്സിമം ഒരു 5 മണിക്കൂർ ഒരു ദിവസം ക്ലാസ് ഉണ്ട്, 4 മണിക്കൂർ. പിന്നെ അതിലും ഞങ്ങളവിടെ ഉച്ചവരെ ക്ലാസ് ഉണ്ടാവാറുള്ളൂ. പിന്നെ എന്തെങ്കിലും കോഴ്സിന് കാര്യം വരണമെങ്കിൽ ചിലപ്പോൾ 1 അവർ എക്സ്ട്രാ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവാറുള്ളൂ. ഹെക്ടിക് ആണെന്ന് ചോദിച്ചാൽ കുറച്ച് ഹെക്ടിക് ആണ്. ഫസ്റ്റ് സെം കുഴപ്പമില്ല, നമ്മൾ കുറച്ച് എഫേർട്ട് ഇടേണ്ടി വരും. നമ്മൾ അത്യാവശ്യം എഫേർട്ട് ഉണ്ട്. ഇപ്പൊ എക്സാമിന് 2 ആഴ്ച മുന്നേ പഠിച്ചാലും നമുക്ക് ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. കാരണം ഓരോ ആഴ്ചക്ക് ക്യൂസ് നടത്താറുണ്ട്.
സോ അതിന് ഹെക്ടിക് ആണെന്ന് സെൻസ് നമ്മൾ ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്ത കോഴ്സാണ്, അതുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത്. സബ്ജക്ട് enthusiast ആണ് actually പക്ഷേ IAS എല്ലാ സബ്ജക്ട്സും അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു നമ്മളെ പിന്നെ പ്രൊഫസറെ ഡിപ്പെൻഡ് ചെയ്യും മാക്സിമം. അതെ നമ്മളെ ചില പ്രൊഫസേഴ്സ് പറഞ്ഞു അറ്റൻഡൻസ് നിർബന്ധമില്ല, നിങ്ങൾ മാർക്ക് വാങ്ങിയ എക്സാമിന് അറ്റൻഡൻസ് ചെയ്യാൻ തോന്നുള്ളതാണ്. അങ്ങനെ കണ്ടു. ദെൻ നിങ്ങൾക്ക് എജു പോർട്ടൽ വന്നതിന് ശേഷം നിങ്ങൾ ഒരു എന്തായാലും നിങ്ങൾ 8 to 12 പഠിച്ച ആ ഒരു രീതി ആയിരിക്കില്ല, ഒരുപാട് മാറ്റങ്ങൾ പഠനത്തിലും പഠനേതര കാര്യങ്ങളിലും ഒക്കെ വന്നിട്ടുണ്ടാവും. സോ ആ മാറ്റങ്ങളെ കുറിച്ച് അതൊന്ന്. ആ മാറ്റങ്ങൾ വന്നത് വലിയ ഉപകാരമായി. പഠിക്കുന്ന രീതി നമ്മളിപ്പോ കൺസിസ്റ്റന്റ് ആകുന്നതൊക്കെ കാരണം അല്ലേ നമ്മള് ജെയ്ക്ക് വേണ്ടി പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു 8 to 9 മാസം അല്ലെങ്കിൽ അഡ്വാൻസ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു വർഷത്തിന്റെ ഒരു ടൈം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു വർഷത്തിന് ശേഷമുള്ള ഒരു എക്സാമിന് വേണ്ടിയാണ് നമ്മൾ ഒരുപാട് മാസങ്ങൾക്ക് മുമ്പേ പ്രിപ്പയർ ചെയ്യുന്നത്. സോ അപ്പൊ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെ? നമ്മളിപ്പോ രാത്രി പകലൊന്നില്ലാണ്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും. നമ്മളൊരിക്കലും തളരുള്ളൂ. നമ്മളിപ്പോ സാധാരണ ഒരു കുട്ടീനെ 5 മണിക്കൂർ പഠിച്ചാൽ അവന് ഡൗൺ ആവും. പക്ഷെ നമുക്ക് അങ്ങനെ നമുക്കൊരു 10 മണിക്കൂറൊക്കെ സുഖമായിട്ട് പഠിച്ചിരുന്ന് ചെയ്യാൻ പറ്റും. 10ന്റെ മുകളിൽ 12ന്റെ 16ന്റെ ഒക്കെ മുകളിൽ പോയിട്ടുണ്ടോ? പോയിട്ടില്ലെന്നാണ് എന്റെ ഒരു ഓർമ്മ വെച്ചിട്ട്. അങ്ങനെ ഒരു ടൈം സാധനം ചെയ്തിട്ടുണ്ടാവില്ലേ? 10 to 10 അത്രയൊക്കെ ആ ഒരു ഇരിക്കുന്ന സമയം ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത്, ഉറക്കം പ്ലസ് ആ ഒരു ഇരിക്കുന്ന ഫോക്കസ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു. ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ള നല്ല കാര്യം എന്റെ കേസിൽ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ 8th 9th 10th ഒക്കെ കാണുന്ന കുട്ടികൾ, പഠിക്കുന്ന കുട്ടികൾ ഇതൊക്കെ കാണുന്നുണ്ടാവും. സോ അവരുടെ അടുത്തൊക്കെ എന്താണ് ആക്ച്വലി പറയാനുള്ളത്? ഒരു പക്ഷെ നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ ഉള്ള നോർത്ത് സ്റ്റുഡൻസ് എപ്പോ തൊട്ട് പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്, ആ രീതിക്കുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് അവരുടെ അടുത്ത് പറയാനുള്ളത്? അവര് സാധാരണ നമ്മൾ നോർത്തിൽ നോക്കുന്ന അവർ 5 മുതലേ പഠിച്ചു തുടങ്ങുന്ന ടീമാണ്. നമ്മൾ അറ്റ്ലീസ്റ്റ് 8-9 നമ്മൾ കേരളത്തിലെ കുറച്ച് കുട്ടികൾ നമ്മളെങ്കിലും കുറച്ച് ഓൺലൈൻ ഒക്കെ കണ്ടിട്ട് ഒരു ബേസിക്സ് ഉണ്ടാക്കും. നമ്മളിപ്പോ കോമ്പറ്റീഷൻ എക്സാംസിന് പറയുമ്പോൾ ഈ നീറ്റ് ജീവിതത്തിൽ നിൽക്കാതെ ഹൈസ്കൂൾ കുട്ടികൾക്ക് ഏറ്റവും എനിക്ക് എന്റെ ഒളിമ്പിയാഡ് പോലെ എക്സാംസുകളൊക്കെ പലപ്പോഴും അവയർനെസ് ഇല്ലാന്നല്ല, പക്ഷെ കുറച്ചുകൂടി പലർക്കും വേറൊരു സാധനം ഉണ്ട് കേട്ടോ, മുബാരിസിന് അറിയുമെന്ന് എനിക്കറിയില്ല. ഞാൻ 8th 9th ഒക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെ 10th പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഒളിമ്പിയാഡ് എക്സാം ഉണ്ട് എന്നുള്ളത് അറിയില്ലായിരുന്നു. മുബാരിസിന് അറിയില്ലായിരുന്നു. ഇവിടുത്തെ ഫാക്കൾട്ടീസ് ഇങ്ങനെ ഒരു എക്സാം ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ആക്ച്വലി ഒളിമ്പിയാഡ് ക്വസ്റ്റ്യൻസ് കുറച്ച് സോൾവ് ചെയ്യാൻ. എന്റെ കൂടെ അവിടെയുള്ള സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്ത്, അതായത് സാധാരണ IIT-ലുള്ള ആൾക്കാർ. അപ്പൊ നമ്മളെ കുട്ടികൾ പറഞ്ഞാൽ നമുക്ക് കുട്ടികൾ ആകെ അറിയാവുന്ന എക്സാം എന്ന് പറയുന്നത് ഒന്നുകിൽ NMMS എക്സാം അല്ലെ USS എക്സാം അല്ലെങ്കിൽ അതൊക്കെ നല്ലതാണ് എല്ലാം. അതോടൊപ്പം തന്നെ പിന്നെ വരുന്നതാണ് +2 കഴിഞ്ഞാൽ NEET. ഇതല്ലാതെ വേറൊരു എക്സാമുകള് അവർക്ക് പിന്നെ പലരും എന്ന് വെച്ചാല് ആക്ച്വലി നമ്മുടെ USS-നും LSS-നും അല്ലെങ്കിൽ NMMS-നും ഒക്കെ പഠിക്കുന്ന ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി ജെയിലൊക്കെ നല്ല സോൾവിങ് എബിലിറ്റിയും സാധനങ്ങളും. ഇപ്പൊ പല കുട്ടികളും അവിടെ നിന്ന് ഉണ്ടാക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ആ ഒരു 8th 9th 10th കാലഘട്ടത്തിൽ മാക്സിമം ആ ഒരു പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, ന്യൂമറിക്കൽ ആ കഴിവ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ കുട്ടികൾ ഇപ്പൊ റിപ്പീറ്റ് ചേർന്നിട്ട് 3 മാസം കഴിയും അതാണ്ട് ആ ഒരു സ്കിൽഡിലേക്ക് ആവാൻ. അപ്പൊ ഒരു 3 മാസത്തെ ഗ്യാപ്പ് എന്ന് പറയുന്ന ഓരോ റിപ്പീറ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു 7 to 10 മാസമാണ് നമുക്ക് റിപ്പീറ്റർ കാലഘട്ടം കിട്ടുന്നത്. അപ്പൊ അതിലൊരു 3 മാസം എന്ന് പറയുന്ന ഒരു ഹ്യൂജ് ടൈമാണ്. അപ്പൊ ആ സാധനം നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ NMMS-ന് പ്രിപ്പയർ ചെയ്യുന്നതിന് ശേഷം വീണ്ടും 9th 10th അതുപോലെ ആ രീതിക്ക് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയാല് ഒരുപാട് എളുപ്പമായി മാറും. കാരണം ആ മാത്തമാറ്റിക്കൽ സ്കില്ലുകൾ ഉണ്ടായാൽ തന്നെ ഫിസിക്സിൽ ഒരുപാട് പ്രോബ്ലംസ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണല്ലോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആക്യുറസി, ടൈം, സ്പീഡ്, കോൺസെപ്ഷ്യൽ ലേണിംഗ്, ഇതൊക്കെ എല്ലാ എൻട്രൻസ് എക്സാമുകളിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. സോ ആ രീതിക്ക് ഇപ്പൊ നമ്മൾ പിന്നെ മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ JEE അഡ്വാൻസിലെ ടോപ്പ് 100 വരുന്ന റാങ്കുകളിൽ നിന്റെ IIT-യിൽ എത്രയാണ് ഇത് വരുന്നത്? തെലങ്കാന, ആന്ധ്ര, അതോടൊപ്പം തന്നെ രാജസ്ഥാൻ, ഇവരൊരു രാജസ്ഥാനാണ് ഏറ്റവും മെയിൻലി അവിടെ ഉള്ളത്. രാജസ്ഥാന്റെ ഒരു കോട്ട പോലെയാണ് അവർ മൊത്തം. പിന്നെ തെലുങ്കു, ആന്ധ്ര, തെലുങ്ക്. ഇപ്പൊ നമ്മൾ ഓൾ ഓവർ ഇന്ത്യ ടോപ്പ് 100 എടുക്കുകയാണെങ്കിൽ ഈ വട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു 30 to 40% ഓഫ് ആൾക്കാർ ആന്ധ്ര, തെലങ്കാന, ഒരു 10 to 14% ആൾക്കാർ 15% എങ്ങാണ്ട് രാജസ്ഥാനാണ് വരുന്നത്. അപ്പൊ ഓരെന്നായ ഏതാണ്ട് 50%. അപ്പൊ നമ്മള് അവിടെ എന്താണ് എന്ന് നോക്കുമ്പോ അവരുടെ സംസാരിച്ചിട്ടുണ്ടാവും. അപ്പൊ അവര് പറയുന്നുണ്ടാവും, നീ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവര് 5ാം ക്ലാസ് മുതലേ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് 5, 6, 7 അങ്ങനെ ഓരോരോ അവരുടെ ജീവിതത്തിലേക്കുള്ള മൈൽ സ്റ്റോണുകൾ ഇങ്ങനെ കാലടി വെച്ച് അങ്ങനെയാണ് അവർക്ക് IIT-കളിലേക്ക് ഇത്രയും % ഓഫ് ആൾക്കാരെ എത്തിക്കുന്നത് എന്നുള്ളതാണ്. അവരോടാണ് നമ്മൾ കോമ്പറ്റീഷൻ ചെയ്യുന്നത്. മനസ്സിലാക്കണം, ആ സാധനവും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കോമ്പറ്റീറ്റീവ്, ദി വേൾഡ് ഈസ് നൗ മോർ കോമ്പറ്റീറ്റീവ്. ദെൻ നിങ്ങൾ ഇപ്പൊ ഒന്ന് ഇമാജിൻ ചെയ്യാം, അതായത് നമ്മൾ ഒന്ന് ടൈം ട്രാവൽ ചെയ്തിട്ട് ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം ബാക്കിലേക്ക് പോയി. നിങ്ങളൊരു 10th കഴിഞ്ഞ റിസൾട്ട് കിട്ടി നിൽക്കുന്ന ആ ഒരു സമയമാണ് ഇതെങ്കിൽ നിങ്ങൾ എന്തായിരുന്നു ചെയ്യുന്നുണ്ടാവാം?
ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് നമ്മൾ ഇന്റഗ്രേറ്റഡ് പഠിക്കാനാവുമെങ്കിൽ അതിന്റെ ഒരു പഠിക്കുന്ന നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു ഞാൻ എന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഞാൻ ശരിക്കും +1 +2 ട്യൂഷൻ പോലെ നീറ്റിന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നീറ്റ് മാറ്റി ജയിക്കാൻ ഇന്റഗ്രേറ്റഡ് ചേർന്ന് കുറച്ചുകൂടി ബെറ്റർ ആണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. തോന്നുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ കൂടുതൽ പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും. നീ ഇപ്പോ ഒരു സ്റ്റേറ്റ് സിലബസ് അല്ലേ പഠിച്ചത്? അപ്പൊ സ്റ്റേറ്റ് സിലബസ് ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവില്ല നമുക്ക് എൻട്രൻസിലേക്ക് വരുമ്പോൾ. അപ്പൊ ആ രീതിക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യുമായിരുന്നു? എനിക്ക് +1 +2 സ്റ്റേറ്റ് പഠിക്കുമ്പോൾ ഞാൻ എജുപോർട്ട് ഓൺലൈനിൽ ഉണ്ടായതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ ഒരു പിടുത്തുണ്ടായിരുന്നു ഇതിന്റെ എങ്ങനെയൊക്കെയാണ് എക്സാം അവയർനെസ് ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റേറ്റ് സിലബസും എൻട്രൻസ് എക്സാം ഭയങ്കര വ്യത്യാസമുണ്ട്. പക്ഷെ അതുകൊണ്ട് ഡെറിവേഷൻ ആണ് ചോദിക്കുക, അത് കാണാതെ പഠിച്ചാൽ മതി. 10-15 വർഷമായിട്ട് 2 വർഷത്തെ എക്സാം പേപ്പർ നോക്കിയാൽ നമുക്ക് സ്റ്റേറ്റ് പോയിട്ട്. പക്ഷെ ഇപ്പൊ കുറച്ച് ഇമ്പ്രൂവ് ആയിരുന്നു. ഇപ്പൊ കുറെ മാറ്റങ്ങൾ വന്നു കേട്ടത്. ഈ 8, 9, 10 ഹൈസ്കൂളൊക്കെ കുറെ മാറ്റം വരുന്നുണ്ട്. ദെൻ പിന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് ആയിട്ട് നിങ്ങളെ സ്റ്റുഡൻസിന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും? അവസാനമായിട്ട് ഒരു ജെഇ ആസ്പിറന്റ് ആവാൻ പോകുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഡൗൺ ആവും, ക്വസ്റ്റ്യൻ കിട്ടാണ്ട് അതൊക്കെ നോർമലാണ്. നമ്മൾ കൺസിസ്റ്റന്റ് കീപ്പ് ചെയ്യുക, ഇത്ര എനിക്ക് പറയുള്ളൂ. കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുക. പിന്നെ ഡെയിലി എത്ര ക്വസ്റ്റ്യൻ ചെയ്യണം എന്നൊരു കുട്ടി ചോദിക്കാണ്. നിങ്ങൾ ആ ക്വസ്റ്റ്യന്റെ കൗണ്ട് ആണോ നോക്കേണ്ടത് അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ആണോ നോക്കേണ്ടത്? ആ രീതിക്ക് എന്താണ് നിങ്ങൾ ചെയ്തിരുന്ന സാധനം? ടൈപ്പ് അല്ല, വെറൈറ്റി. ചില കുട്ടികൾ ഇപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, അതായത് ഡെയിലി 100 ക്വസ്റ്റ്യൻ ചെയ്യണം അല്ലെങ്കിൽ 200 ക്വസ്റ്റ്യൻ ചെയ്യണോ സാർ, അങ്ങനെ ആ രീതിക്ക് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് എന്താണ് പറയുന്നത്? അല്ല, ഈ സെയിം ടൈപ്പ് ഒരു സെയിം വെറൈറ്റി ഒരേ സെയിം സാധനം 100 ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് ഒരു കാര്യം കിട്ടുന്നില്ല. അപ്പൊ നമ്മള് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്. കൗണ്ട് വെച്ചിരുന്നു ഇത്ര ക്വസ്റ്റ്യൻ ചെയ്യും ഞാൻ അങ്ങനെ കൗണ്ട് ഞാൻ ബെഞ്ച് മാർക്ക് വെച്ചിട്ടില്ല. പക്ഷെ മാക്സിമം കൂട്ടാൻ നോക്കാറുണ്ട്. ടോപ്പിക്സ് കവർ ചെയ്യാം. ടോപ്പിക്സും എണ്ണവും ഏകദേശം ഒരു ഒപ്റ്റിമം റേഞ്ചിൽ കൊണ്ടുപോകുന്നുള്ളതാണ്. ഒരെണ്ണം കൂട്ടിയിട്ട് ഒരെണ്ണം കുറച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോ ഇന്നത്തെ പോഡ്കാസ്റ്റ് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അല്ലെ? നമ്മുടെ അക്കാഡമിക്സിനെ കുറിച്ച്, ആഫ്റ്റർ ലൈഫിനെ കുറിച്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. സോ ഇതോടുകൂടെ നമ്മൾ ഈ പോഡ്കാസ്റ്റിലെ ഫസ്റ്റ് സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു. ഇതിനുശേഷം ഒരുപാട് വീഡിയോകൾ വരുന്നുണ്ട്. അതായത് നമ്മുടെ ഇപ്പോൾ ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ 2025 റിപ്പീറ്റർ ബാച്ചിലായിരുന്നെങ്കിൽ 2026 റിപ്പീറ്റർ ബാച്ചിൽ നിന്ന് IIT ബോംബെയും IIT മദ്രാസ് ഉൾപ്പെടെ വിവിധങ്ങളായിട്ടുള്ള IIT-കളിലേക്ക് സ്റ്റുഡൻസ് പ്രവേശിച്ചിട്ടുണ്ട്. സോ അവരുടെയൊക്കെ വീഡിയോകളായിട്ട് നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാൻ പറ്റും. സോ നിങ്ങളും നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള യാത്ര